തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തത്തിന്റെ നഷ്ടം കണക്കാക്കാനുള്ള പരിശോധനകൾ ഇന്നും നാളെയുമായി നടക്കും. കത്തിനശിച്ച വാഹനങ്ങളുടെ കാലപ്പഴക്കം കണ്ടെത്താനുള്ള പരിശോധനയാണ് ആദ്യം നടക്കുക. അതിനുശേഷമേ വാഹനങ്ങളുടെ നിലവിലെ വില നിശ്ചയിക്കാനാകൂ. പരിശോധനകൾക്ക് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ നേതൃത്വം നൽകും. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള പരിശോധനകൾ പോലീസിന്റെയും കൂടെ സഹായത്തോടെ നിർവഹിക്കും. നമ്പർ പ്ലേറ്റുകളടക്കം കത്തിപ്പോയതിനാൽ വാഹനങ്ങളുടെ ചെസിസ് നമ്പർ പരിശോധിച്ച് രജിസ്ട്രേഷൻ നമ്പർ കണ്ടെത്തി വേണം കാലപ്പഴക്കം നിർണ്ണയിക്കാൻ. 300ഓളം വാഹനങ്ങൾ കത്തി നശിച്ചെന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്ത അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഇത്രയും വാഹനങ്ങളുടെ ചെസിസ് നമ്പർ പരിശോധിക്കാൻ 2 ദിവസമെങ്കിലും വേണ്ടിവരുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വാഹനങ്ങൾ കത്തി നശിച്ചവരുടെ പരാതികൾ ഇനിയും ലഭിക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ യഥാർത്ഥ നഷ്ടം കണക്കാക്കാനാകൂ. തുടർന്ന് റെയിൽവേ സാമഗ്രികളുടെ നഷ്ടവും റെയിൽവേയുടെ കൂടെ സഹായത്തോടെ കണക്കാക്കും. പാർക്കിംഗ് കേന്ദ്രത്തിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളിൽ ഒന്നിന് തീ പിടിച്ചതിനു പിന്നാലെ മറ്റു വാഹനങ്ങളിലേക്ക് തീ പടർന്നെന്നും പാർക്കിംഗ് കേന്ദ്രത്തിനടുത്തുള്ള റെയിൽവേ ഇലക്ട്രിക് ലൈനിലുണ്ടായ തീപ്പൊരി മൂടിയിട്ടിരുന്ന വാഹനത്തിൽ പതിച്ച് തീ പിടിക്കുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികളുടെ മൊഴികളുണ്ട്. ഇത് പോലീസ് പരിശോധിക്കും. റെയിൽവേ ഇലക്ട്രിക് ലൈനിൽ നിന്ന് നിയമപ്രകാരം പാലിക്കേണ്ട അകലം പാർക്കിംഗ് ഏരിയയിൽ ഇല്ലെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഇത് വിശദമായി പരിശോധിക്കും. പാർക്കിംഗ് കരാർ, പാർക്കിംഗ് ഏരിയയിൽ ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ, തീപിടുത്തം തടയാനായി ജീവനക്കാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ടോ തുടങ്ങിയവയും പരിശോധനയുടെ ഭാഗമാകും. ഇന്നലെ റെയിൽവേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗം പരിശോധന നടത്തി. തീപിടുത്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും സമഗ്രമായി പരിശോധിക്കാനും പദ്ധതിയുണ്ട്. റെയിൽവേ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിലാണിത്. റെയിൽവേ സ്റ്റേഷനിലെ താത്കാലികമായി ഉണ്ടാക്കുന്നതടക്കമുള്ള നിർമ്മാണങ്ങൾ നിയമാനുസൃതമാണോ എന്നും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്ന് പരിശോധന നടത്താനും കോർപ്പറേഷൻ സെക്രട്ടറി തൃശൂർ റെയിൽവേ സ്റ്റേഷൻ മാനേജർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ.